ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് ശേഷം ഇനി വരാനിരിക്കുന്ന അടുത്ത വിജയ ചിത്രമാണല്ലോ തളപതി 69. വലിമൈ, തുനിവ് എന്നീ സിനിമകൾക്ക് ശേഷം വിനോദ് സംവിധാനം ചെയ്ത് അനിരുദ്ധ് സംഗീതം നൽകി വരാനിരിക്കുന്ന തളപതി 69ന്റെ അപ്ഡേറ്റുകൾ ഇന്ന് മുതൽ വന്നു തുടങ്ങുകയാണ്. ചിത്രത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റുകളാണ് ഈ ആഴ്ച മുഴുവനും വരാനായിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ചിത്രത്തിന്റെ ആദ്യ കാസ്റ്റ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം ബോബി ഡിയോളിന്റെ കാസ്റ്റ് അപ്ഡേറ്റ് ആണ് ആദ്യമേ വന്നിരിക്കുന്നത്. വിജയോടൊപ്പം വില്ലൻ വേഷത്തിലാണ് ബോബി ഡിയോൾ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രിയ മണി, പ്രകാശ് രാജ് തുടങ്ങിയ മറ്റ് അഭിനേതാക്കളുടെ കാസ്റ്റ് അപ്ഡേറ്റും വരുന്നതാണ്. അടുത്ത വർഷം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ പൂജയും അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ്. ഈ ഒക്ടോബർ മാസം തന്നെ സിനിമയുടെ ചിത്രീകരണവും ആരംഭിക്കുന്നതാണ്. വിജയുടെ 2010 ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ മികച്ച സിനിമയായിട്ട് കൂടുതൽ പ്രേക്ഷകർ വാഴ്ത്തുന്ന സിനിമയാണല്ലോ AR മുരുകാദോസ് സംവിധാനം ചെയ്ത കത്തി. ഈ വരുന്ന നവംബർ 1 ജപ്പാനിലെ തിയേറ്ററുകളിൽ കത്തി റിലീസ് ചെയ്യുകയാണ് എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ ജപ്പാൻ റിലീസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ഇത് റിലീസ് കാലഘട്ടമാണല്ലോ. 3 സിനിമകളുടെ റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. പൃഥ്വിരാജ് അമൽനീരദ് കോംബോയിൽ വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമയാണല്ലോ അൻവർ. ഇപ്പോഴത്തെ ചിത്രം റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഒക്ടോബർ മാസം 18 പൃഥ്വിരാജിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് സിനിമ റിലീസ് ചെയ്തപ്പോൾ ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ വൻ തരംഗമുണ്ടാക്കിയ സിനിമ കൂടിയാണ് അൻവർ. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ലോക സിനിമയിലെ എക്കാലത്തെ മികച്ച സീരീസുകളിൽ ഒന്നായ ജോൺ വിക്ക് സീരീസിന് തുടക്കം കുറിച്ച ജോൺ വിക്കിന്റെ ആദ്യ ചാപ്റ്റർ ഈ വരുന്ന നവംബർ മാസം റിലീസ് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. വേറെ ഒന്ന്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർ കാത്തിരിക്കുന്ന പാലേരി മാണിക്യം എന്ന സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുകയാണ്. ഒക്ടോബർ 4 രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ പാലേരി മാണിക്യം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും. ലോക സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ജോക്കറിന്റെ 2ാം ഭാഗം ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ 4 ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ തികച്ചും നിരാശാജനകമായ അഭിപ്രായങ്ങളാണ് സിനിമയുടെ 2ാം ഭാഗം നേരിടുത്തിരിക്കുന്നത്. വലിയ ഫോളോവേഴ്സ് ഉള്ള ജോക്കറിന്റെ 2ാം ഭാഗത്തിന് മിക്സഡ് ടു നെഗറ്റീവ് അഭിപ്രായമാണ് ഇതിനോടകം തന്നെ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നിരാശപ്പെടുത്തിയിരിക്കുന്നു ജോക്കർ എന്ന് തന്നെയാണ് പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി യഥാർത്ഥ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.